TP വധക്കേസ് പ്രതികളടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ നൽകിയത് UDF സർക്കാർ. 2016 ഫെബ്രുവരി 2-നാണ് പട്ടിക തയ്യാറാക്കിയത്. സന്തോഷ് മാധവൻ അടക്കമുള്ള കുറ്റവാളികൾ പട്ടികയിലുണ്ടായിരുന്നു. ഇത് വ്യക്തമാക്കുന്ന നിർണായക രേഖകൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ഈ രേഖകളാണ് പുറത്തുവിടാൻ പോകുന്നത്. 2016 ഫെബ്രുവരി 2-ന് UDF സർക്കാരാണ് TP കേസിലെ പ്രതികളടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ വാർത്ത ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നിരുന്നു. അതേസമയം ഇത് LDF സർക്കാരിന്റെ കാലത്താണ് നൽകിയത് എന്നായിരുന്നു, പട്ടിക തയ്യാറാക്കിയത് എന്നായിരുന്നു ആക്ഷേപം. എന്നാൽ TP വധക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാ ഇളവിനുള്ള പട്ടിക തയ്യാറാക്കിയത് UDF സർക്കാരിന്റെ കാലത്താണ് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ രേഖകളാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. 2016 ഫെബ്രുവരി 17-നാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അന്ന് സംസ്ഥാനത്തെ ജയിലിൽ ഒട്ടാകെ 2800 പേരാണ് തടവ് ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിഞ്ഞിരുന്നത്. ഇതിൽ 2580 പേർക്കും ശിക്ഷ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പട്ടികയാണ് UDF സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ കാലത്ത് തയ്യാറാക്കിയത്. അതിൽ 2800 പേരിൽ 2580 പേർക്കും ഇളവ് നൽകുന്നതിനുള്ള പട്ടികയാണ് UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് KC രാമേന്ദ്രൻ, TP വധക്കേസിലെ പ്രതികളായ KC രാമേന്ദ്രൻ, കുഞ്ഞനന്ദൻ, റഫീഖ്, ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ളവർ അന്ന് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം കൊടിസുനിയും കിർമാണി മനോജും ജയിലിൽ അടിപിടി നടന്നു എന്നതുകൊണ്ട് രണ്ടുപേരെയും പട്ടികയിൽ നിന്ന് അന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് UDF സർക്കാരിന്റെ കാലത്താണ്. LDF സർക്കാരിന്റെ കാലത്ത് അല്ല ഇവരെ പട്ടികയിൽ ചേർത്തത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സന്തോഷ് മാധവനെയും അതോടൊപ്പം തന്നെ കണിച്ചുകുളങ്ങര കേസിലെ പ്രതി ബിനീഷിനെയും ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനുള്ള ശുപാർശയും UDF സർക്കാരിന്റെ കാലത്ത് നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ രേഖകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 2800 വരുന്ന ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുന്നവരിൽ 2580 പേർക്കും ശിക്ഷ ഇളവ് നൽകുന്നതിനുള്ള ഒരു നിലപാടാണ് അന്ന് UDF സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, കള്ളക്കടത്ത്, സ്ത്രീകളെ ബലാത്സംഗ കേസ്, അതോടൊപ്പം തന്നെ ജാതിമത സ്പർദ്ധ, വർഗീയത വളർത്താൻ ശ്രമിക്കൽ അല്ലെങ്കിൽ വർഗീയ വികാരമാളിക്കത്തിക്കാൻ ശ്രമിച്ചവർ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് ഇളവ് എന്നുള്ള ശുപാർശ നൽകുകയില്ല. മറിച്ച് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ കഴിയും എന്ന ഒരു നിയമവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ ലിസ്റ്റ് ഗവർണർക്ക് അന്ന് അയച്ചു കൊടുത്തിരുന്നില്ല. പിന്നീട് LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പട്ടിക 2580 പേർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നിടത്ത് അത് പട്ടിക വെട്ടിച്ചുരുക്കി 1850 പേർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള പട്ടിക തയ്യാറാക്കിയത്. അത് ഗവർണർക്ക് അന്ന് അയച്ചു കൊടുത്തെങ്കിലും ഗവർണർ തിരികെ അയച്ചത് അതിന് കാരണം സുപ്രീം കോടതിയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ഈ ലിസ്റ്റ് അയക്കുവാൻ വേണ്ടിയാണ് ഗവർണർ നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റിയെ വെച്ചുകൊണ്ട് സർക്കാർ ഇക്കാര്യം കൂടുതൽ പരിശോധന നടത്തി വരികയാണ്. ഇളവ് നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ശിക്ഷ പൂർണ്ണമായും ശിക്ഷയിൽ നിന്നും ഇളവ് നൽകുന്നു അല്ലെങ്കിൽ അവരെ വിട്ടയക്കുന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ല. മറിച്ച് ഉദാഹരണത്തിന് 3 മാസം തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഇളവ് ലഭിക്കുകയാണെങ്കിൽ പരമാവധി 15 ദിവസം നേരത്തെ ജയിലിൽ നിന്നും മോചിതനാകാൻ കഴിയും. അതോടൊപ്പം തന്നെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളവർക്ക് അത് മുഴുവൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലാണ് നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF സർക്കാർ ഇത്തരത്തിൽ ആ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയുകയില്ല. മറിച്ച് നേരിയ ഒരു കാലാവധിയിൽ ഇളവ് അനുവദിക്കുക, നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരു ഇളവ് ലഭിക്കുക മാത്രമായിരിക്കും ചെയ്യുക. എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നത്, ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ TP വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് UDF സർക്കാരിന്റെ കാലത്താണ്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 2016 ഫെബ്രുവരി 17-നാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സോമി.
ദിനകർ, ഒരു ഘട്ടത്തിൽ ഇത് നിയമസഭയിൽ തന്നെ വലിയ ചർച്ചയാവുകയും അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ തന്നെ ഈ വിഷയത്തെ മുൻനിർത്തി വലിയ തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഈ ശുപാർശ നടന്നിരിക്കുന്നത് UDF സർക്കാരിന്റെ കാലത്ത്, അതായത് ഫെബ്രുവരി 17, 2016 ഈ ശുപാർശ UDF സർക്കാരിന്റെ ശുപാർശ വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സർക്കാരിനെതിരെയുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള കരുതിക്കൂട്ടുള്ള നീക്കം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം 2016 ഫെബ്രുവരി 17 പട്ടിക തയ്യാറാക്കുമ്പോൾ UDF ആണ് സംസ്ഥാനം ഭരിച്ചിരുന്നത്. അതിന്റെ വ്യക്തമായ രേഖകളാണ് നമ്മളിപ്പോൾ പുറത്ത് വിടുകയും ചെയ്യുന്നത്. TP വധക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാ ഇളവ് നൽകാൻ ആദ്യം തീരുമാനിച്ചത് UDF സർക്കാർ തന്നെയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ രേഖകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അത് സ്വാഭാവികമായും ഇന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് സർക്കാരിനെതിരെ അദ്ദേഹം വാളോങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. സ്വാഭാവികമായും LDFന്റെ കാലത്ത് അല്ല ഇത്തരത്തിലൊരു പട്ടിക ആദ്യം തയ്യാറാക്കിയത് എന്നുള്ള വസ്തുതയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. രേഖകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സോമി, ഒപ്പം തന്നെ ദിനകർ, പ്രതിപക്ഷം ഈ ഒരു വിഷയത്തെ വളരെ ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ UDF സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് TP വധക്കേസ് പ്രതികൾ അടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് എങ്ങനെ ഈ ഒരു അവസ്ഥയെ പ്രതിരോധിക്കാൻ സാധിക്കും? സോമി, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ നിലവിലെ പ്രതിപക്ഷം പ്രതികൂട്ടിലാകുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. കാരണം 2016 ഫെബ്രുവരി 17 ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ TP വധക്കേസിലെ പ്രതികൾക്ക് എന്തിന് ശിക്ഷാ ഇളവ് നൽകി എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് അന്ന് UDF സർക്കാരിന്റെ കാലത്ത് അവർ സ്വീകരിക്കുകയും മറുവശത്ത് പ്രതികൾക്ക് ഇളവ് നൽകുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വസ്തുത, സന്തോഷ് മാധവൻ ഉൾപ്പെടെ പെൺവാണിഭ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള സന്തോഷ് മാധവൻ, അതോടൊപ്പം തന്നെ കണിച്ചൂക്കുളങ്ങര കൊലപാതക കേസിലെ പ്രതി ബിനീഷ് തുടങ്ങിയവർക്കും ശിക്ഷാ ഇളവ് നൽകാൻ UDF സർക്കാരിന്റെ കാലത്ത് ശുപാർശ നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ പട്ടിക തയ്യാറാക്കിയിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത്. ഇത് സ്വാഭാവികമായും അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജിതിനർ, ദയവായി തുടരുക. TP വധക്കേസ് പ്രതികൾ അടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ നൽകിയത് UDF സർക്കാരിന്റെ കാലത്താണ്. 2016 ഫെബ്രുവരി 17 പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സന്തോഷ് മാധവൻ അടക്കമുള്ള കുറ്റവാളികൾ പട്ടികയിൽ ഉണ്ടായിരുന്നു. ഇത് വ്യക്തമാക്കുന്ന നിർണായക രേഖകളാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. കേരളപ്പിറവി ദിനത്തിൽ കുറ്റവാളികളെ ശിക്ഷാ ഇളവ് നൽകുന്ന വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ സർക്കാരിന് എതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായ ഈ രേഖ ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവരുന്നത്. TP വധക്കേസ് പ്രതികളടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ നൽകിയത് UDF സർക്കാരാണ്. 2016 ഫെബ്രുവരി 17 ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സന്തോഷ് മാധവൻ അടക്കമുള്ള കുറ്റവാളികൾ പട്ടികയിൽ ഉണ്ട്. ഇത് വ്യക്തമാക്കുന്ന നിർണായക രേഖകളാണ് പീപ്പിൾ TV പുറത്തുവരുന്നത്. 2016 ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിഞ്ഞിരുന്നത് 2800 പേരായിരുന്നു. അവരിൽ നിന്ന് LDF സർക്കാരിന്റെ കാലത്ത് 1850 പേരുടെ പട്ടിക മാത്രമാണ് ശുപാർശ ചെയ്യുന്നത്. ഇപ്പോൾ KG ദിനകർ വീണ്ടും ചേരുന്നു. ദിനകർ, ഇത് സംബന്ധിച്ച സമഗ്ര വിവരങ്ങളിലേക്ക് കൂടി. സ്വാമി, 2016 ഫെബ്രുവരി 17 ഇത് സംബന്ധിച്ചുള്ള പട്ടിക UDF സർക്കാർ തയ്യാറാക്കിയത്. 2800 പേരായിരുന്നു അന്ന് ജയിലുകളിൽ ശിക്ഷ അനുഭവിച്ചിരുന്നത്. ഇതിൽ 2580 പേരുടെ പട്ടികയാണ് UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയത്. ഇത് അതാത് ജയിലുകളിൽ നിന്നും അവിടെ നിന്നുള്ള സൂപ്രണ്ടുമാരാണ് ഈ ലിസ്റ്റ് സർക്കാരിന് കൈമാറുക. അന്ന് കൈമാറിയ പട്ടികയിൽ TP വധക്കേസിലെ 6 പ്രതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. മനോജൻ,
റഫീഖ്, PK കുഞ്ഞനന്ദൻ, KC രാമചന്ദ്രൻ, അതോടൊപ്പം തന്നെ കൊടിസുനി ഉൾപ്പെടെയുള്ള 5 പേരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2800 പേരാണ് ആകെ ജയിലുകളിൽ അന്ന് തടവ് ശിക്ഷ ലഭിച്ച ശേഷം കഴിഞ്ഞിരുന്നത്. ഇതിൽ 2580 പേരുടെയും പട്ടിക 2580 പേർക്കും ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനുള്ള പട്ടികയാണ് അന്ന് UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയത്. 2016 ഫെബ്രുവരി 17 ഈ പട്ടിക തയ്യാറാക്കിയത്. ഈ പട്ടിക ഗവർണർക്ക് കൈമാറിയോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും UDF സർക്കാരിന്റെ കാലത്താണ് TP വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള പട്ടിക തയ്യാറാക്കിയത് എന്നുള്ളതാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ പെൺവാണിഭ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സന്തോഷ് മാധവൻ, കണിത്തൂക്കുളങ്ങര കൊലപാതക കേസിലെ പ്രതി ബിനീഷ് തുടങ്ങിയവരുടെയും പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത. ഇത് തയ്യാറാക്കിയത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 2800 പേർ ആകെ ജയിലിൽ കഴിയുമ്പോൾ അതിൽ 2580 പേർക്കും ഇളവ് നൽകുന്നതിനുള്ള ഒരു സമീപനവും UDF സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഗവർണർക്ക് LDF സർക്കാർ വന്നതിന് ശേഷം അയച്ച പട്ടികയിൽ 1850 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആണ് പിന്നീട് ഈ പട്ടിക അയച്ചത്. അതിൽ ഗവർണർ ഈ പട്ടിക പിന്നീട് തിരിച്ചയച്ചതിന് കാരണം സുപ്രീം കോടതിയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. അത്തരം ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പട്ടിക നൽകാൻ ആണ് പിന്നീട് ഗവർണർ ആവശ്യപ്പെട്ടത്. അത് സർക്കാർ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇക്കാര്യം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ദിനകർ, അതായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തത് UDF സർക്കാർ. ഈ മാനദണ്ഡങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ അർഹരായവർക്ക് മാത്രം LDF സർക്കാർ ഈ പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ പഴി കേൾക്കേണ്ടി വരുന്നത് സർക്കാർ ആണെന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ പുറത്തുവരുന്ന രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സുമി, ഇക്കാര്യത്തിൽ 2016 ഫെബ്രുവരി 17 കൊടുക്കുന്ന ലിസ്റ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ TP വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക അന്ന് തയ്യാറാക്കിയിരുന്നു. അത് തയ്യാറാക്കിയത് UDF സർക്കാരാണ്. മനോജൻ, റഫീഖ്, സിജിത്ത് എന്നീ 3 പേരുടെ പട്ടിക തിരുവനന്തപുരം ജയിലിൽ നിന്നും അവിടെ നിന്നുള്ള സൂപ്രണ്ടും, PK കുഞ്ഞനന്ദൻ, KC രാമചന്ദ്രൻ കൊടിസുനി തുടങ്ങിയവരുടെ പട്ടിക സർക്കാരിന് അന്ന് നൽകിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള സൂപ്രണ്ടുമാണ്. അത് ആണ് പിന്നീട് പട്ടികയാക്കി സർക്കാർ പരിശോധിച്ച ശേഷം UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഇളവ് നൽകുന്നതിനുള്ള പട്ടിക അന്തിമമായി തയ്യാറാക്കിയത്. ഇതിൽ അവർ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മറിച്ച് LDF സർക്കാരിന്റെ കാലത്താണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നുള്ള വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നത്. അതിൽ നിന്നും ഘടകവിരുദ്ധമായി കൊണ്ട് തന്നെ UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ പട്ടിക തയ്യാറാക്കിയിരുന്നു, ഇവർക്ക് ഇളവ് നൽകാനുള്ള പട്ടിക തയ്യാറാക്കിയിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും 2800 പേർ ജയിലിൽ ശിക്ഷ ലഭിച്ച് കഴിയുമ്പോൾ അതിൽ 2580 പേരെയും 2580 പേർക്കും ശിക്ഷ ദിനകറിലേക്ക് തിരികെ എത്തായപ്പോൾ ജേക്കബ് ജോർജ് കൂടി ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പീപ്പിൾ TV ഈ രേഖകൾ പുറത്തുവിടുന്നത്. ഈ രേഖകൾ പ്രകാരം TP വധക്കേസ് പ്രതികൾ അടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്തിരിക്കുന്നത് UDF സർക്കാരാണ്. ആ ശുപാർശയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ശിക്ഷാ ഇളവ് നൽകേണ്ട കുറ്റവാളികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക മാത്രമാണ് LDF സർക്കാരിന്റെ കാലത്ത് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഈ കുറ്റവാളികൾ എന്നൊക്കെ പറയുമ്പോൾ അതും TP വധക്കേസിലെ കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ അതൊക്കെ LDF ഭരിക്കുമ്പോൾ അതൊക്കെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പത്രവാർത്തകളാവുന്നത്. ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാവാം. ഇപ്പോൾ ഈ പറയുന്ന കാര്യമാണ് ശരിയെങ്കിൽ UDFന്റെ കാലത്താണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയത് 2016 തന്നെ. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണോ അതോ നോട്ടിഫിക്കേഷൻ കൊണ്ടാണോ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ പോയത് എന്നുള്ള കാര്യം അന്വേഷിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാർത്ത അതാണ് ശരി എങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഈ ഗവൺമെന്റിനെതിരെ വന്ന വാർത്തകൾ തെറ്റാണ് എന്ന് വരും. അത്തരം റിപ്പോർട്ടുകളും തെറ്റാണ് എന്ന് വരും തീർച്ചയായിട്ടും. ശ്രീ ജേക്കബ് ജോർജ്, ഒരു തടവുകാരനെ പോലും വിട്ട് ആ മുൻ ലിസ്റ്റിൽ നിന്ന് പുറത്തുനിന്ന് ഒരു തടവുകാരനെ പോലും വിട്ടയക്കാൻ LDF സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല. അതെ അതെ, ഇടതുപക്ഷ ഈ സർക്കാരിന്റെ കാലത്ത് എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായി തന്നെ നോംസ് അനുസരിച്ച്
കാര്യം സുപ്രീം കോടതിയും ഒക്കെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് അർഹരായവർക്ക് മാത്രമാണ് ഇളവ് കൊടുത്തിരിക്കുന്നത്. അതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും മുൻ സർക്കാരിന്റെ കാലത്ത് ഉള്ള ശുപാർശ അനുസരിച്ചാണ് TP വധക്കേസിലെ പ്രതികൾക്ക് ഇളവുകൾ, അതായത് പൂർണ്ണമായ ഇളവല്ല, ചില ശിക്ഷാ കാലാവധിയിൽ ചില ഇളവുകളൊക്കെ നൽകിയത് അവരുടെ പെരുമാറ്റത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും വരും, കൂടുതൽ റിപ്പോർട്ടുകൾ വരും. തൽക്കാലം ഏതായാലും ഈ UDF-ന്റെ കാലത്താണ് ഇതുപോലെ ഇളവ് നൽകിയത് എങ്കിൽ, TP വധക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകിയത് എങ്കിൽ, നേരത്തെ ഇടതുമുന്നണിക്കെതിരെ ഗവൺമെന്റിനെതിരെ വന്ന വാർത്തകളൊക്കെ തെറ്റാണെന്ന് വരുന്നു. സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റിന് ആശ്വാസം തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ PM മനോജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ PM മനോജ്, വളരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, വിവാദങ്ങൾ സർക്കാരിന്റെ ഭാഗത്തേക്ക് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായ ഈ രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്? പ്രതിഷേധത്തിന്റെയും വിവാദത്തിന്റെയും ഒന്നും കാര്യമില്ല. ഇതിന്റെ കാര്യം സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റിൽ, ഫെഡറൽ തത്വം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിൽ അർപ്പിതമായ അധികാരം, ആ അധികാരം അനുസരിച്ച് വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഓരോ ഗവൺമെന്റുകൾ റെമിഷൻ തീരുമാനിക്കുന്നുണ്ട്. ഈ റെമിഷൻ എന്ന് പറയുന്നത് വിടുതലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടുള്ളതാണ് ഈ വിവാദം. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അല്ല, അതിനു മുമ്പ് തന്നെ കേരളത്തിന്റെ ഒരുപാട് വാർഷികം, അതുപോലെ സ്വാതന്ത്ര്യ വാർഷികം, ഇങ്ങനെയൊക്കെ വിവിധ ഘട്ടങ്ങളിൽ ഇത് ഇത്തരം റെമിഷൻ തീരുമാനിക്കാറുണ്ട്. അത് ഫെഡറൽ തത്വമനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് അധികാരമാണ്. ഈ അധികാരം ഇടക്കാലത്ത് ഈ രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് നളിനിക്കുള്ള ശിക്ഷ അവര് ജീവപര്യന്തം തടവ് അനുഭവിച്ചു കഴിഞ്ഞപ്പോ, അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞപ്പോ അവരെ വിടുതൽ ചെയ്യാൻ തമിഴ്നാട്ടിലെ ജയലളിത ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. അതിന്റെ ഭാഗമായിട്ട് ആ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയും ഏതാണ്ട് 1 വർഷത്തോളം ഈ അധികാരം സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമർപ്പിച്ച ലിസ്റ്റ് വലിയ ലിസ്റ്റായിരുന്നു. ആ ലിസ്റ്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഏത് ഘട്ടത്തിൽ ആണോ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത്, ആ സമയത്ത് കേരളത്തിലെ എല്ലാ തടവറകളിലും എല്ലാ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് പ്രത്യേക മാനദണ്ഡ പ്രകാരം ബാധകമാകുന്നതാണ് ഈ തീരുമാനം. അതിനർത്ഥം ഇപ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള, വളരെ പിഞ്ചു കുട്ടികളെ ലൈംഗിക ഇരയാക്കുന്ന അല്ലെങ്കിൽ സീരിയൽ കുറ്റവാളികളാവുന്ന ഇത്തരം നിശ്ചിത മാനദണ്ഡം അനുസരിച്ച് വളരെ ക്രൂരമായ മനുഷ്യരാശിയെ ഏറ്റവും മോശമായ രീതിയിൽ ബാധിക്കുന്ന ആ കുറ്റകൃത്യങ്ങൾ ഒടിച്ചു നിർത്തി ബാക്കി മുഴുവൻ തടവുകാർക്കും ബാധകമാണിത്. ഇതിപ്പോ കൊടിസുനി ഒഴിവായി, കിർമാണി മനോജ് ഒഴിവായി. അത് കൊടിസുനിയും കിർമാണി മനോജും ഏതെങ്കിലും വലിയ കുഴപ്പം ചെയ്തുകൊണ്ടല്ല. അവര് ജയിൽ റെക്കോർഡില് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പേര് ഒഴിവാകുന്നത്. അല്ലാതെ TP ചന്ദ്രശേഖരൻ വധം വേറെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വധം വേറെ, RSSകാരൻ വേറെ, CPMകാരൻ വേറെ, കോൺഗ്രസ്സുകാരൻ വേറെ എന്ന രീതിയിലല്ല ഈ തീരുമാനം ഉണ്ടാകുന്നത്. ഇപ്പൊ വൈകാരികമായിട്ട് കൊടിസുനിക്ക് ശിക്ഷ ഇളവ് നൽകി എന്നൊക്കെ പറഞ്ഞാൽ, കൊടിസുനിയെ വിടുന്നു എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തലയും അതുപോലെ UDF-ന്റെ പ്രചാരകരും അതുപോലെ സംഘപരിവാറിന്റെ ആളുകളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ വസ്തുതയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ശ്രീ PM മനോജ് ദയവായി തുടരുക. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ പ്രതികളെ TP വധക്കേസ് പ്രതികൾ അടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് UDF സർക്കാരിന്റെ കാലത്താണ്. ആ ഒരു പ്രതിക്ക് പോലും ശിക്ഷ ഇളവ് നൽകണമെന്ന് LDF സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല. UDF സർക്കാർ നൽകിയ ആ ലിസ്റ്റ് പ്രകാരം അതിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ വരുത്തി നൽകിയ ലിസ്റ്റിൽ നിന്ന് കുറയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 3 കാരണങ്ങൾ കൊണ്ട് യാതൊരു കാരണവശാലും അന്നത്തെ കാലഘട്ടത്തിൽ കൊടുക്കാൻ കഴിയില്ല. ഒന്ന്, ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഒരു കൺവിക്റ്റഡ് പ്രതിയെ അവിടുന്ന് 2-2.5 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇറക്കി വിടാൻ റെമിഷന് വേണ്ടി നമുക്ക് നിയമം അനുസരിച്ച് ചെയ്യാൻ കഴിയില്ല. 14 കൊല്ലത്തിന് ശേഷം അവിടെ ശിക്ഷാ കാലാവധിയിൽ ഈ റെമിഷന്റെ കാലാവധി 14 വർഷത്തിന് ശേഷമുള്ള ആളുകൾക്ക് മാത്രമാണ് അന്ന് വിനിയോഗിച്ചത് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. മാത്രമല്ല, ഇതില് 2 ആളുകൾക്ക് മാത്രമാണ് അത് എക്സംഷൻ കിട്ടിയിട്ടുള്ളത്. ആ 2 ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. 2 ആളുകൾക്ക് മാത്രമാണ് അന്ന് എക്സംഷൻ കിട്ടിയത്.
ബാക്കിയുള്ള ആളുകൾ ഈ 14 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതിന് ആളുകളെയാണ് റിവിഷന് വേണ്ടി കൊടുത്തത്. അങ്ങനെ റിവിഷന് വേണ്ടി കൊടുക്കാനുള്ള ഒരു കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി ലൈഫ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് സെന്റൻസ് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ അന്നത്തെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ റിമിഷന് അവര് 14 വർഷം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ പേര് പോയിട്ടുണ്ടാകാം എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ആ ലിസ്റ്റിനകത്ത് TP ചന്ദ്രശേഖരൻ കേസിനകത്തെ പ്രതികൾക്ക് വരാൻ സാധ്യമല്ല. കാരണം ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അന്ന് ട്രയൽ നടന്ന കാലഘട്ടത്തിൽ ജയിലിൽ കിടന്ന ആ കാലവും കൂടി ചേർത്താണ് ഇപ്പോൾ. ഹലോ തിരുവഞ്ചൂർ തുടരാം. അവിടെ ട്രയൽ നടന്ന കാലഘട്ടത്തിൽ അണ്ടർ ട്രയലായിട്ട് ജയിലിൽ കിടന്ന കാലഘട്ടവും കൂടെ ചേർത്താണ് ഇപ്പൊ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് അത് നിയമത്തിന് മുമ്പിൽ നിൽക്കുന്നതല്ല, സുപ്രീം കോടതിയുടെ ഒബ്സർവേഷന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യാൻ സാധ്യമല്ല. 2016 ആ ലിസ്റ്റിൽ വന്നുപെടാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ രേഖകൾ സഹിതമാണ് പീപ്പിൾ TV വാർത്ത നൽകുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഫെബ്രുവരി 17, 2016 UDF സർക്കാർ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിരിക്കുന്നത്. അന്ന് ശുപാർശ നൽകിയത് പ്രകാരം 2580 കുറ്റവാളികൾക്കാണ് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ ചെയ്തിരുന്നത്. പക്ഷേ LDF സർക്കാരിന്റെ കാലത്ത് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ നിന്ന് കുറവ് വരുത്തി അത് 1850 ആക്കുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒരു കുറ്റവാളിക്ക് വേണ്ടി LDF സർക്കാർ ശുപാർശ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. ആ ലിസ്റ്റിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. അതിലെ ഓരോ ജയിലിൽ നിന്ന് ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റി ശുപാർശയില് എത്ര ആളുകളെ വെച്ചാണ് അവർ റെക്കമെൻഡ് ചെയ്തതെന്നൊന്ന് പറയാമോ? ഇപ്പൊ ലിസ്റ്റൊക്കെ കയ്യിലുണ്ടല്ലോ. ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമാണെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാകണല്ലോ. അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കരുത്. എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? PM മനോജിന് കൂടി അവസരത്തിൽ ശ്രീ PM മനോജ്. ശ്രീ PM മനോജ്, താങ്കൾ ലൈനിലുണ്ടെന്ന് കരുതുന്നു. TP വധക്കേസ് പ്രതികളടക്കമുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ നൽകിയത് UDF സർക്കാരിന്റെ കാലത്താണ്. 2016 ഫെബ്രുവരി 17 പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സന്തോഷ് മാധവൻ അടക്കമുള്ള കുറ്റവാളികൾ പട്ടികയിൽ ഉണ്ടായിരുന്നു. ഇത് വ്യക്തമാക്കുന്ന നിർണായക രേഖകളാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ സ്വർണ്ണാഭരണ വ്യാപാരികളായ ഭീമ ജ്വല്ലസിന്റെ പുതിയ ഷോറൂം തൃപ്പൂണിത്തുറയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ ചന്ദ്രികാ ദേവി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ബിന്ദു മാധവ്, ഡയറക്ടർമാരായ സരോജിനി ബിന്ദു മാധവ്, അഭിഷേക് ബിന്ദു മാധവ്, അഷിത തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തുറ പോളക്കുളം റോഡിലാണ് പുതിയ ഷോറൂം പ്രവർത്തിക്കുന്നത്. ഈ മാസം 26 തിരുവല്ലയിൽ മറ്റൊരു ഷോറൂം കൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു മാധവ് പറഞ്ഞു.